ഡോക്ടറെ കാണിച്ച ഷോക്ക് ഇതുവരെ മാറിയിട്ടാ. എന്താണെന്നറിയാം നമ്മളോട് പറഞ്ഞത്, ഇന്ന് തന്നെ അഡ്മിറ്റ് ആയിക്കോന്നാണ് കേട്ടോ പറഞ്ഞത്. അത് കേട്ടിട്ടുണ്ട് ഞാൻ ഒന്നാമത് ഷോക്ക് അടിച്ച പോലെയായി. അങ്ങനെയല്ല, അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു ഡേറ്റ് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത മാസം പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു അടുത്ത മാസം ഒരു 10-ാം തീയതിയെങ്കിലും വരണം, ഇത് വേഗം എടുക്കണം. അപ്പോൾ കുറച്ച് ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരുന്നില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡോക്ടർ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ എൻ്റെ ബോൺ എന്ന് പറഞ്ഞാൽ നല്ല ദൂരം അല്ല കട്ടായിട്ടുള്ളത്, ചെറുങ്ങനെ അങ്ങനെ 1 ഇഞ്ച് ചെറിയ വ്യത്യാസത്തിൽ അടുത്തടുത്താണ് കട്ടിങ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിട്ടാണ് സർജറി ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം സെറ്റായിനോ റെഡി ആയിനോ എന്നെല്ലാം നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാട്ടോ. എനിക്ക് എന്തോ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നാട്ടിലെത്തുമ്പോൾ 3 മണിയെല്ലാം ആവും. അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാന്ന് കേട്ടോ. പാട്ട് വേണോ? നന്മയിലെ ലോകങ്ങളിലെ പാട്ട്. ചോക്ലേറ്റിൻ്റെ ഈ ഒരു പാർലജി ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ചായയും ഈ പാർലജി ബിസ്ക്കറ്റും മാത്രം കഴിച്ചു. ഏട്ടാ ഹാപ്പി ബിസ്ക്കറ്റാണ് കേട്ടോ കഴിച്ചത്, അതാണ് ഇഷ്ടം. അങ്ങനെ അപ്പം നമ്മൾ ഈ ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്ത്, ട്രെയിൻ അവിടെ ഉണ്ട് കേട്ടോ സത്യം, പക്ഷേ അത് ഓപ്പൺ ആക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. പിന്നെ അത് മാത്രമല്ല, ട്രെയിനകത്ത് കയറിയാൽ വിടുന്നതിന് അരമണിക്കൂറിന് മുമ്പ് മാത്രമേ ഫാൻ ഓൺ ആക്കും കേട്ടോ. അപ്പോൾ ചൂടെടുത്ത് ചത്ത പോലെ ആയിപ്പോയി. അപ്പോൾ ഒരു 4 മണിയെല്ലാം ആകുമ്പോൾ നമ്മൾ നേരെ കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കണം, നേരെ വീട്ടിൽ പോകണം. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് ചായ കുടിക്കാനായിരുന്നു കേട്ടോ. എനിക്കിതൊക്കെ പുതിയൊരു റേറ്റ് കാണുന്നവർ എല്ലാവർക്കും ബൈ.